ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ വെജിറ്റബിൾ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കീറ്റോ ഡയറ്റ്, LCHF ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. കാരണം ഇതിനകത്ത് ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒന്നിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. ഇതിനകത്ത് തൈര്, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ഇട്ട് നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊരു 20 മിനിറ്റോ അതിൽ കൂടുതലോ സമയം നമുക്ക് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാബേജ്, ബ്രോക്കോളി, കോവയ്ക്കയും ക്യാപ്സിക്കമാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആ വെജിറ്റബിൾസ് എടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് എണ്ണ എടുത്തൊഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് എല്ലാം ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഒത്തിരി സമയമൊന്നും എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്കിപ്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് വെന്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിനകത്തിപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരിച്ചിരി എണ്ണയുടെ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി ഇട്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കുവാണ്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഷാലോ ഫ്രൈ ആക്കി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനാവശ്യമുള്ളതാണിത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ടുന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാൻ തന്നെയാണിത്. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബട്ടറിന് പകരം നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ കൂട്ട് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഉപയോഗിച്ചാലും മതി ഇതിന് വേണ്ടി. ഇനിയിപ്പം നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് കുരുമുളകും ബേസിൽ ലീവ്സും തൈം ലീവ്സും മാത്രമാണ്. ബേസിലും തൈമും ഡ്രൈ ലീവ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്ത ഈ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് തക്കാളി വേവേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്രഞ്ചിയായിട്ട് തന്നെ കിടന്നോട്ടെ. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനും വെജിറ്റബിൾസും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അവസാനമായിട്ട് നമുക്ക് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാമസാൻ ചീസാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ചിക്കൻ വെജിറ്റബിൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടോടുകൂടി ഈ ചീസൊക്കെ ഇട്ട് കുറച്ച് പാസ്ലി ലീവ്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമ്മളെടുത്ത് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.